എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് പെട്ടെന്ന് ഫ്രീസ് ആവുകയാണ്. അങ്ങനെ ഒരു അവസ്ഥ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു കോഫി ഷോപ്പിൽ ഇരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ലാതെ ഹാപ്പി ആയിട്ട് കോഫി കുടിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ ബിൽ പേ ചെയ്യാനായിട്ട് ബിൽ കൗണ്ടറിൽ പോവാണ്. അപ്പോഴേക്കാണ് കാണുന്നത് നമ്മളുടെ കാർഡ് ഡിക്ലൈനായി. അതേപോലെ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? ആ ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യും? അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് സംഭവിച്ചിട്ടുണ്ട്. റീസെൻ്റ് ആയിട്ടുള്ള ഒരുപാട് സൈബർ ക്രൈം കേസുകളിൽ ഇതേപോലെ ആൾക്കാർ അവരുടെ അക്കൗണ്ട് പെട്ടെന്ന് തന്നെ ഫ്രീസ് ആയതായിട്ട് അവർ കാണുന്നുണ്ട്. അതായത് ആ അക്കൗണ്ടിൽ ഒരു ട്രാൻസാക്ഷനും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആൾക്കാർ എത്തുന്നുണ്ട്. ATM വിഡ്രോവലോ ഓൺലൈൻ ട്രാൻസാക്ഷനോ ഒന്നും തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ബാങ്കിനെ ഇൻഫോം ചെയ്യുക, ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിന് മുന്നേ തന്നെ ബാങ്ക് നിങ്ങൾക്ക് മെയിലോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു മെസ്സേജോ അല്ലെങ്കിൽ ലെറ്ററോ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും, നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസായി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഫ്രീസായി കഴിഞ്ഞാൽ നിങ്ങൾ ബാങ്കിൽ പോയിട്ട് കാര്യം ചോദിക്കുക. അപ്പോൾ ചിലപ്പം ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അൺഫ്രീസ് ചെയ്യാൻ പറയുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ബാങ്കിനെതിരെ ബാങ്കിങ് ഓംബുഡ്സ്മാനിൽ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാം. ഇല്ല, നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ആയത് വേറെ ഏതെങ്കിലും റീസൺ കൊണ്ടാണ്, അതായത് സൈബർ ഫ്രോഡ് കേസുകൾ, ഒരുപാട് സൈബർ ഫ്രോഡ് കേസുകൾ ഉണ്ടാകുന്നുണ്ട്, സൈബർ ക്രൈംസ്. അപ്പോൾ നമ്മളുടെ അക്കൗണ്ട് ആ ഒരു ക്രൈമിൻ്റെ പാർട്ടാണെങ്കിൽ, അതായത് നമ്മളൊരു തെറ്റായ കാര്യം ചെയ്യണമെന്നില്ല, പക്ഷേ ഒരുപാട് ട്രാൻസാക്ഷൻ വരുമ്പോൾ ഈ സൈബർ ഫ്രോഡ് നടന്ന അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് ട്രാൻസ്ഫർ നമ്മളുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളും ആ ഒരു ട്രാൻസാക്ഷൻ്റെ പാർട്ടാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവരെന്ത് ചെയ്യും? നമ്മളുടെ അക്കൗണ്ടും ഫ്രീസ് ചെയ്യും. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ മുന്നിലുള്ള എല്ലാ അക്കൗണ്ടുകളും അവർ ഫ്രീസ് ചെയ്യും. എന്തിന്? ആ മണി നഷ്ടപ്പെട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ ഒന്നും തന്നെ നിങ്ങൾ ചിന്തിക്കരുത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ കോടതിയെ സമീപിക്കുക. കേരളത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കേരള ഹൈക്കോടതി ഉണ്ടല്ലോ എറണാകുളത്ത്, ഹൈക്കോടതിയിൽ പോയിട്ട് നിങ്ങൾ കേസ് ഫയൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സാധാരണ രീതിയിൽ നമ്മളുടെ അക്കൗണ്ടിൽ ഫോർ എക്സാമ്പിൾ 1 ലക്ഷം രൂപയുണ്ട്, 2 ലക്ഷം രൂപയുണ്ടെന്ന് വിചാരിക്കുക. ചിലപ്പം ഈ സൈബർ ഫ്രോഡ് നടന്ന അക്കൗണ്ട്, ആ ഒരു ഇഷ്യൂ ഉള്ള പ്രോബ്ലം ഉള്ള ട്രാൻസാക്ഷൻ ചിലപ്പോൾ ഒരു 5,000 രൂപയോ 10,000 50,000 രൂപ ഉണ്ടാവുള്ളൂ. പക്ഷേ ബാങ്ക് മൊത്തമായിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കോടതിയെ അപ്രോച്ച് ചെയ്യാം. അപ്പോൾ കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഓർഡർ എങ്ങനെയായിരിക്കും? ബാങ്ക് ആ ഒരു ഡിസ്പ്യൂട്ടഡ് എമൗണ്ട് മാത്രം ഹോൾഡ് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സഹായിക്കാം. പിന്നെ അതുപോലെ തന്നെ പോലീസ് ഒഫീഷ്യൽസിനും വേണ്ട ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കും. എത്ര സമയത്തിനുള്ളിൽ ഫ്രീസ് മാറ്റാൻ പറ്റും എന്ന് ബാങ്കിനെ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓർഡർ ഉണ്ടായിരിക്കും ഹൈക്കോടതിയിൽ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ മേടിക്കുക എന്നാണ്. കാരണം ബാങ്കിൻ്റെ അടുത്ത് എത്ര ചോദിച്ചു, എത്ര പുറകെ നടന്നെന്ന് പറഞ്ഞാലും അവരത് അൺഫ്രീസ് ചെയ്യാൻ പോകുന്നില്ല. കോടതി ഉത്തരവില്ലാതെ അവർ അത് അൺഫ്രീസ് ചെയ്തു തരില്ല. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇവർ ഇതേപോലെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് പറയാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഡിറ്റക്റ്റ് ചെയ്തു. ഇപ്പം നമ്മളുടെ അക്കൗണ്ടിൽ നമ്മളറിയാതെ കുറച്ച് എമൗണ്ട് വന്നു എന്ന് അറിയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ബാങ്കിനെ ഇൻഫോം ചെയ്യാം, വേണ്ട നടപടികൾ ഉൾക്കൊള്ളുക. എപ്പോഴും അക്കൗണ്ട് നമ്മൾ മെസ്സേജ് കണ്ടില്ല അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചില്ല എന്നൊന്നുമല്ല. ഇന്നത്തെ കാലത്ത് സ്ഥിരമായിട്ട് ബാങ്കിലെ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഏത് ബാങ്കാണെങ്കിലും അവർക്ക് അവരുടേതായ ആപ്പുകൾ ഉണ്ടായിരിക്കും. SBIക്ക് ആണെങ്കിലും എല്ലാ തരത്തിലുള്ള പബ്ലിക് സെക്ടർ ബാങ്ക്സും പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സും എല്ലാവർക്കും അവരുടേതായ ആപ്പ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ബാങ്കിൽ പോയി നിൽക്കേണ്ട ആവശ്യമില്ല ഇന്നത്തെ കാലത്ത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യണം. ഏതെങ്കിലും ഫ്രോഡുലൻ്റ് ആയ ട്രാൻസാക്ഷൻ വരുന്നുണ്ടോ, മെസ്സേജസ് ചെക്ക് ചെയ്യണം. എമൗണ്ട് നിങ്ങൾ അറിയാത്ത എമൗണ്ട് എന്തെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നുണ്ടോ. അതുപോലെ നിങ്ങൾ പല സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്യാം, പേയ്മെൻറ്റ് നടത്തുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മളുടെ അക്കൗണ്ടിൽ ഒരു ഫ്രോഡുലൻ്റ് ട്രാൻസാക്ഷൻ ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ സൈബർ ക്രൈം പോലീസ് അതിനകത്ത് ഇടപെട്ട് നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനുള്ള ഓർഡർ മേടിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്കെതിരെ തന്നെ ആയിരിക്കാം ഒരു ഫ്രോഡുലൻ്റ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിലും നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാം.
പിന്നെ ചില ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ്, പോലീസോ CBIയോ പോലെയുള്ള ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനായിട്ടുള്ള ഒരു റിക്വസ്റ്റ് കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഫ്രീസ് ചെയ്തതും ആയിരിക്കാം. പിന്നെ നമ്മളുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും സസ്പീഷ്യസ് ആക്ടിവിറ്റി നടക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാലും നമ്മൾക്ക് എന്ത് ചെയ്യും, അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് ബാങ്കുമായിട്ട് ബന്ധപ്പെടുക, അതേപോലെ ഡീറ്റെയിൽസ് എടുക്കുക. ചിലപ്പോൾ ഡിസ്പ്യൂട്ടഡ് എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് ബാങ്കിൻ്റെ നിന്നാണ് നമുക്ക് മേടിക്കാൻ പറ്റുക. എത്രയാണ് ആ ഒരു കേസിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള എമൗണ്ട്, എത്ര എമൗണ്ടിനാണ് സൈബർ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്, ആ എമൗണ്ട് മാത്രം ഹോൾഡിൽ വെച്ചിട്ട് ബാക്കി അക്കൗണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് അനുവദിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് ഓർഡർ മേടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ സേഫായിട്ടിരിക്കുക, കെയർഫുള്ളായിട്ടിരിക്കുക. നമ്മളുടെ അക്കൗണ്ടിൽ വരുന്ന സസ്പീഷ്യസ് ആക്ടിവിറ്റീസ് എല്ലാം ക്ലോസ്ലി മോണിറ്റർ ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.